ഹലോ എവ്രി വൺ, വെൽക്കം ടു ജയം അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ OET റീഡിംഗ് പാർട്ട് സിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. പാരഗ്രാഫ് മാത്രമല്ല, ഓപ്ഷൻസും പാരഗ്രാഫും ക്വസ്റ്റ്യനും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സ്കില്ല് കൂടുതൽ മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസറിലോട്ട് എത്താൻ വേണ്ടി ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പാർട്ട് സി നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയലിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ റൈറ്റർ മെൻഷൻസ് ലണ്ടൻ ബസ് ഡ്രൈവേഴ്സ് ഇൻ ഓർഡർ ടു, അതായത് ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി റൈറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദ്യം. ഇനി നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. സെവറൽ ഒക്യുപേഷണൽ സ്റ്റഡീസ് ഹാവ് ഷോൺ അഡിക്വേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻ ദ വർക്ക് പ്ലേസ് ഓൾസോ പ്രൊവൈഡ്സ് ബെനിഫിറ്റ്സ്. അതായത് വർക്ക് പ്ലേസിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അഡിക്വേറ്റ് ആണെങ്കിൽ അതിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് സെവറൽ ഒക്യുപേഷണൽ സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത്. സീറ്റ് ബൗണ്ട് ബസ് ഡ്രൈവേഴ്സ് ഇൻ ലണ്ടൻ എക്സ്പീരിയൻസ്ഡ് മോർ കൊറോണറി ഹാർട്ട് ഡിസീസ് ദാൻ മൊബൈൽ കണ്ടക്ടേഴ്സ് വർക്കിംഗ് ഓൺ ദ സെയിം ബസ്സസ്. അതായത് ഒരേ ബസ്സിൽ വർക്ക് ചെയ്യുന്ന സീറ്റ് ബൗണ്ട് ആയിട്ടുള്ള ബസ് ഡ്രൈവേഴ്സിന് കൊറോണറി ഹാർട്ട് ഡിസീസ് കൂടുതലാണ് മൊബൈൽ കണ്ടക്ടേഴ്സിനെ കാട്ടിലും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓഫീസ് ബേസ്ഡ് പോസ്റ്റൽ വർക്കേഴ്സ് കമ്പയർഡ് ടു ദെയർ കൊളീഗ്സ് ഡെലിവറിങ് മെയിൽ ഓൺ ഫുഡ്. അതായത് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന പോസ്റ്റൽ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ നടന്നു പോയി മെയിൽ ഡെലിവറി ചെയ്യുന്ന മെയിൽ ഡെലിവറി ചെയ്യുന്നവരെയും തമ്മിൽ കമ്പയർ ചെയ്യാണ് റൈറ്റർ. ഓക്കെ, അതായത് പോസ്റ്റൽ വർക്കേഴ്സിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരെയും നടന്നു പോയി മെയിൽ ഡെലിവറി ചെയ്യുന്നവരെയും തമ്മിൽ റൈറ്റർ കമ്പയർ ചെയ്യാണ്. The AHA recommends that all Americans invest in at least 30 minutes a day of physical activity on most days of the week. AHA recommend ചെയ്യുന്നത് എന്താണ്? എല്ലാ അമേരിക്കൻസും അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസം ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. In the face of such unambiguous evidence, however, most healthy adults, apparently by choice, it must be assumed, remain sedentary. അപ്പം ഇൻ ദ ഫേസ് ഓഫ് സച്ച് അൺഅംബിഗ്യസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഡൗട്ടും ഇല്ലാത്ത അത്രയും ഉറപ്പുള്ളൊരു എവിഡൻസ് നിൽക്കുമ്പോൾ തന്നെ എന്നാലും മോസ്റ്റ് ഹെൽത്തി അഡൽട്ട്സും അവരുടെ തന്നെ ചോയ്സ് കാരണം എന്താണ്, അവർ സെഡൻറ്ററി ആയിട്ട് തന്നെ നിൽക്കുന്നു. സെഡൻറ്ററി എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ട് തന്നെ, അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ പാരഗ്രാഫ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പാരഗ്രാഫിൽ പറയുന്നത് ഇത്രയുമാണ്. ഒരുപാട് സ്റ്റഡീസ് ഫിസിക്കൽ ആക്ടിവിറ്റി വർക്ക് പ്ലേസിൽ ചെയ്യുന്ന അഡിക്വേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരേ ബസ്സിൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സിനെ പറ്റിയും മൊബൈൽ കണ്ടക്ടേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന പോസ്റ്റൽ വർക്കേഴ്സിനെയും പിന്നെ നടന്നു പോയി മെയിൽ ഡെലിവറി ചെയ്യുന്നവരെയും പറ്റി പറയുന്നുണ്ട്. AHAയുടെ റെക്കമെൻഡേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റെങ്കിലും ഒരു ദിവസം ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ മോസ്റ്റ് ഹെൽത്തി അഡൽട്സ് ഇപ്പോഴും സെഡൻറ്ററി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് പറയുന്നത്, ഡെമോൺസ്ട്രേറ്റ് ദ വാല്യൂ ഓഫ് സർട്ടൻ പീസ് ഓഫ് മെഡിക്കൽ അഡ്വൈസ്. അപ്പം മെഡിക്കൽ അഡ്വൈസിൻ്റെ വാല്യൂ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. ബി ഓപ്ഷൻ, സ്ട്രെസ് ദ നീഡ് ഫോർ മോർ റിസർച്ച് ഇൻ ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ്. അതായത് കൂടുതൽ ഹെൽത്തും സേഫ്റ്റി ഇഷ്യൂസിനെ പറ്റിയുള്ള റിസർച്ച് അവിടെ ആവശ്യമാണെന്നുള്ളതിന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഷോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഫ്രീ ടൈം ആക്ടിവിറ്റീസ് മേ ബി ടു പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്സിൽ ഫ്രീ ടൈം ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാനാണെന്ന്. പിന്നെ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് എൻവിറോൺമെൻറ്റ് ടു ലോങ് ടേം ഹെൽത്ത്. അതായത് വർക്കിംഗ് എൻവിറോൺമെൻറ്റും അതുപോലെ തന്നെ ലോങ് ടേം ഹെൽത്തും തമ്മിലുള്ള അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ എംഫസൈസ് ചെയ്യാനാണ് ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി റൈറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് വായിച്ചു. അപ്പോൾ പലപ്പോഴും സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പാരഗ്രാഫും ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിലേതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനാണ്. അതായത് ഈ 4 ഓപ്ഷൻസിലും എന്തൊക്കെയോ കാര്യങ്ങൾ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ചിലർക്ക് തോന്നും. അല്ലെങ്കിൽ ഈ 4 ഓപ്ഷൻസും നമുക്ക് ഒരുമിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുപോലെ തോന്നുക. ഇതിലേതായിരിക്കും വരിക, ഇത് വന്നാൽ മറ്റതും പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. 4 അവിടെ പറയുന്നത് പോലെയോ 4 അവിടെ അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാത്തത് പോലെയോ ഒക്കെ നമുക്ക് തോന്നും. അതും അല്ലെങ്കിൽ 1 2 എണ്ണമൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇല്ല ഇത് വരില്ല എന്ന് പറയും. പക്ഷേ ബാക്കി 2 എണ്ണം സ്റ്റിൽ
കൺഫ്യൂസിങ് ആയിരിക്കും. 2-3 എണ്ണം നമുക്ക് അയ്യോ ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ സമയം പോകുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ എന്തെങ്കിലും ഒന്ന് കറക്കി കുത്തി ആൻസർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇതാണ് നോർമലി നമ്മൾ പല സ്റ്റുഡൻസും ചെയ്യുന്നതായിട്ട് കാണാറുള്ളത്. പക്ഷെ ആദ്യം നോക്കുമ്പോൾ തന്നെ ഇതല്ല ആൻസർ എന്നുള്ളതും ഇതാണ് ആൻസർ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റണം. ആ ഒരു 2 മിനിറ്റേ ഉള്ളൊരു ചോദ്യം ചെയ്യാനായിട്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ അതെങ്ങനെ പറയാം? അതായത് റീഡിംഗ് പാർട്ട് സിയുടെ ടാസ്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട കുറച്ച് സ്കിൽസ് OET ഒഫീഷ്യലി പറയുന്നുണ്ട്. അതായത് ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് വായിക്കണം, അതെങ്ങനെ ആൻസറിലോട്ട് എത്താം, അതായത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഒരു പാരഗ്രാഫ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സ്കില്ലില്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, അതായത് OET റീഡിംഗ് പാർട്ട് സിയുടെ സ്കില്ലായിട്ട് ഒഫീഷ്യലി പറയുന്നത് ഇതാണ്: To complete the task successfully, you will need to identify the relationship between ideas at sentence and paragraph level. അതായത് ഒരു സെൻറ്റൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഐഡിയാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പാരഗ്രാഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സ്കില്ല് നമ്മൾ പഠിക്കണം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ. ഓക്കെ, അപ്പം ഒരു പാരഗ്രാഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു സെൻറ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ പാരഗ്രാഫിൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ റൈറ്റർ ഇതാണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ആദ്യം നമുക്ക് 4ാമത്തെ ഓപ്ഷനിൽ നിന്ന് തുടങ്ങാം. ആ ഓപ്ഷനിൽ പറയുന്നത് റൈറ്റർ ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് എൻവിറോൺമെൻറ്റും അതുപോലെ തന്നെ ലോങ് ടേം ഹെൽത്തും തമ്മിലുള്ളൊരു ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്യാനാണെന്നാണ്. അപ്പോൾ നമ്മൾ പാരഗ്രാഫിൽ നോക്കുമ്പം വർക്കിംഗ് എൻവിറോൺമെൻറ്റ് പറയുന്നുണ്ട്, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലേ. ബസ് ഡ്രൈവേഴ്സിനെ പറ്റി, നടന്നു പോയി വർക്ക് ചെയ്യുന്നവരെ പറ്റി, ബസ്സിലും പിന്നെ ഓഫീസിൽ അല്ലേ പോസ്റ്റൽ വർക്കേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. 2 എൻവിറോൺമെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച്, നിങ്ങൾക്ക് സ്കില്ല് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ചിന്തിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഈ വർക്കിംഗ് എൻവിറോൺമെൻറ്റും ഹെൽത്തും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണോ ഇവിടെ നടക്കുന്നത്? അതായത് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരും പോസ്റ്റൽ വർക്കേഴ്സും ബസ്സും, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും ബസ്സിൽ വർക്ക് ചെയ്യുന്നവരും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണോ ഇവിടെ നടക്കുന്നത്? അല്ല അല്ലേ. അതേ ബസ്സിൽ ജോലി ചെയ്യുന്ന 2 ജോലികൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതായത് ഡ്രൈവറും പിന്നെ കണ്ടക്ടറും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതുപോലെ തന്നെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരും നടന്ന് വർക്ക് ചെയ്യുന്നവരും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അല്ലാതെ ബസ്സും പിന്നെ ഓഫീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം വർക്കിംഗ് എൻവറോൺമെൻറ്റും ഹെൽത്തുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ല റൈറ്റർ ഇവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു സ്കില്ല് നമുക്ക് വേണം. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റണം. അപ്പം നമുക്ക് ഡി ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ പാരഗ്രാഫിൽ വർക്കിംഗ് എൻവറോൺമെൻറ്റ് തമ്മിലുള്ള കമ്പാരിസൺ അല്ല നടത്തുന്നത്. അതായത് ബസ്സിൽ വർക്ക് ചെയ്യുന്നവരും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും തമ്മിലുള്ള കമ്പാരിസൺ അല്ല, ബസ്സിൽ വർക്ക് ചെയ്യുന്ന 2 ജോലികൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവിടെ നടത്തുന്നത്. അപ്പം നമുക്ക് ഡി ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സി ഓപ്ഷൻ നോക്കിയേ. ഷോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഫ്രീ ടൈം ആക്ടിവിറ്റീസ് മേ ബി ടു പെർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി ഇവിടെ റൈറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫ്രീ ടൈം ആക്ടിവിറ്റീസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാനാണോ? അല്ല, ഇത് ജോലിയാണ് അല്ലേ. വർക്ക് പ്ലേസിലെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് റൈറ്റർ അവിടെ ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതും എടുക്കാൻ പറ്റില്ല. ഇനി ബി ഓപ്ഷൻ നോക്കിയേ. സ്ട്രെസ് ദ നീഡ് ഫോർ മോർ റിസർച്ച് ഇൻ ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ്. അപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസിൻ്റെ റിസർച്ചിനെ പറ്റി, അപ്പോൾ അവിടെ എവിഡൻസ് എന്നുള്ളൊരു വാക്കൊക്കെ ഉണ്ട്. അപ്പോൾ എഗെയിൻ നമുക്ക് കൺഫ്യൂഷൻ വരും. പക്ഷെ നോക്കിയേ, റിസർച്ച് ഇനിയും ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ അവിടെ ഉണ്ടോ? അതായത് അൺഅംബിഗ്വസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാത്ത എവിഡൻസ് ഉണ്ട്. അതായത് ഇനി കൂടുതലായിട്ട് റിസർച്ച് വേണമെന്നോ, ഇപ്പോഴുള്ള ഐഡിയാസൊക്കെ ഇൻകംപ്ലീറ്റ് ആണെന്നോ, എവിഡൻസ് ഇല്ല എന്നോ അല്ലെങ്കിൽ ആക്യുറേറ്റ് അല്ല എന്നോ അങ്ങനെയൊന്നും പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പോൾ അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി ഓപ്ഷൻ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും അല്ലേ. കൂടുതൽ റിസർച്ച് വേണം എന്ന് പറയാനല്ല അവിടെ ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്ഷൻ എയിൽ നോക്കുവാണെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ദ വാല്യൂ ഓഫ് എ സർട്ടൻ പീസ് ഓഫ് മെഡിക്കൽ അഡ്വൈസ്. അപ്പം നമ്മൾ വിചാരിക്കും മെഡിക്കൽ അഡ്വൈസ് അവിടെ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവിടെയാണ് എഗെയിൻ നമ്മുടെ സ്കില്ല് വർക്ക് ചെയ്യുന്നത്. നോക്കിയേ, പാരഗ്രാഫിൽ AHA റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ അമേരിക്കൻസും അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത്. ഇതൊരു അഡ്വൈസാണ് അല്ലേ. അതായത് AHA റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാ അമേരിക്കൻസും അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളത്. അപ്പം നോക്കി, അത് വെച്ചിട്ട് നമുക്ക് ഈ സീറ്റ് ബൗണ്ട് ബസ് ഡ്രൈവേഴ്സിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അവിടെ പറയുന്നത് ഇതാണ്: സീറ്റ് ബൗണ്ട് ബസ് ഡ്രൈവേഴ്സിന് കൊറോണറി ഹാർട്ട് ഡിസീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൂടുതലാണ് മൊബൈൽ കണ്ടക്ടേഴ്സിനെക്കാട്ടിലും. അപ്പോൾ നമ്മളവിടെ ആലോചിക്കണം, എന്താ അത് കൂടുതലാവുന്നത്?
സീറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്ന ബസ് ഡ്രൈവേഴ്സിന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് അല്ലേ, അവരിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ മൊബൈൽ കണ്ടക്ടേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് വോക്കിന് വേണ്ടൊരു മൂവ്മെൻ്റ് എങ്കിലും ഒരു ദിവസത്തെ വർക്കിങ്ങിൽ നിന്ന് അവർക്ക് കിട്ടാറുണ്ട് അല്ലേ. മൊബൈൽ കണ്ടക്ടേഴ്സ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മൊബൈൽ കണ്ടക്ടേഴ്സ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറവ്. പക്ഷേ മൂവ് ചെയ്യാതെ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് കൂടുതലാണ് അല്ലേ. പക്ഷേ AHA റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്ത്, മൂവ് ചെയ്യണം, 30 മിനിറ്റ്സ് എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമാണ്. അപ്പം ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസ് കൂടുതലാണ് ചാൻസ് എന്നാണ് ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു മെഡിക്കൽ അഡ്വൈസ് അവിടെ ഉണ്ട് അല്ലേ. 30 മിനിറ്റ്സ് ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും നമുക്കൊരു ദിവസം വേണം എന്നതിൻ്റെ വാല്യൂ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ എടുത്തു കാണിക്കാനായിട്ടാണ് റൈറ്റർ അവിടെ ബസ് ഡ്രൈവേഴ്സിന് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ കുറവാണെന്നും പറഞ്ഞിട്ടില്ല, ബസ് ഡ്രൈവേഴ്സിന് കൊറോണറി ഹാർട്ട് ഡിസീസ് കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് സീറ്റ് ബൗണ്ട് ബസ് ഡ്രൈവേഴ്സിന് കൊറോണറി ഹാർട്ട് ഡിസീസ് കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. പക്ഷേ മെഡിക്കൽ അഡ്വൈസ് എങ്ങനെയാണ്, റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 30 മിനിറ്റ്സ് എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ മെഡിക്കൽ അഡ്വൈസിൻ്റെ ഇമ്പോർട്ടൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി റൈറ്റർ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ആലോചിച്ച് ആൻസർ ചെയ്തതെന്ന് മനസ്സിലായോ. അപ്പോൾ അതാണ് സ്കില്ലെന്ന് പറയുന്നത്. അങ്ങനെ ആലോചിക്കാനുള്ള, അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അനുസരിച്ചും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സ്കിൽ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വായിച്ച് ഇങ്ങനെ ചെയ്തെങ്കിൽ അടുത്തൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, വേറൊരു രീതിയിലായിരിക്കും അതിനെ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻറ്റ് രീതിയിൽ സ്കിൽസും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസും അറിഞ്ഞ് ചെയ്താലാണ് നമുക്ക് സക്സസ്ഫുള്ളി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പല മെത്തേഡ്സ്, ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സ് വീഡിയോസിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സസിലാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കൺഫ്യൂസിങ് ആയിട്ട് മിക്സ് ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് കാണും. അവർക്കൊരു ഡൗട്ടാണ്, ഇതിലേത് ഞാൻ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ ടൈപ്സും കുറേ മെത്തേഡ്സും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോസ് വഴിയും അതുപോലെ തന്നെ ക്ലാസ്സസ് വഴിയും. അപ്പോൾ ഇതിലേത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും കാണും. അപ്പോൾ എപ്പോഴും എല്ലാവരും മൈൻഡിൽ വിചാരിക്കുക, ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഫോളോ ചെയ്യാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു വിചാരിക്കുക. ആ മെത്തേഡ് ആ ക്വസ്റ്റ്യനിലെ ചിലപ്പം ചെയ്യാൻ പറ്റുള്ളായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇതേ ടൈപ്പിലെ വേറൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതേ രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ, അതിലാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു, അതിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ അതേ ടൈപ്പിലെ വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പം ആ മെത്തേഡ് അവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് ആ മെത്തേഡ് ആ ഒരു ക്വസ്റ്റ്യനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മെത്തേഡാണെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. കാരണം എക്സാമിന് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. ഇപ്പം ലണ്ടൻ ബസ് ഡ്രൈവേഴ്സിനെ പറ്റി റൈറ്റർ എന്താ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദ്യം ഇതേ മോഡലിലെ വേറെ ക്വസ്റ്റ്യൻ വരാം, പക്ഷേ ഇത് തന്നെ വരില്ല അല്ലേ. അപ്പം ഇതേ മോഡലിൽ വേറെ ക്വസ്റ്റ്യൻ വന്നാലും ഈ അപ്ലൈ ചെയ്യുന്ന ഈ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങളൊരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഓരോരോ മെത്തേഡാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ OET ഒഫീഷ്യലി പറയുന്നുണ്ട് നിങ്ങൾക്ക് വരും എന്നുള്ളത്. അപ്പോൾ ആ ടൈപ്പ് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണോ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ ഒരുപാട് മെത്തേഡ് ഇങ്ങനെ കണ്ട് വായിച്ച് പഠിച്ച് വന്നാൽ എല്ലാം കൂടെ മിക്സായി നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു റീഡിങ്ങിൻ്റെ ഡിസ്കഷൻ സെഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.